SFIO അന്വേഷണം നേരിടുന്ന വീണ വിജയനുള്ള കുരുക്ക് മുറുകുകയാണ്. ഇപ്പോഴിതാ വിദേശ ബന്ധം തപ്പി EDയും ഇറങ്ങിയിരിക്കുകയാണ്. ഈ SFIO അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ആവശ്യപ്പെട്ട് അവർ കത്ത് കൊടുത്തിരിക്കുകയാണ് ED SFIOയ്ക്ക്. എന്താണ് സാർ വീണ വിജയൻ്റെ ഭാവി എന്താകും? അത് അച്ഛൻ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയനെ എങ്ങനെയാണ് അത് ബാധിക്കുക? പക്ഷേ എനിക്കിതിനകത്ത് തോന്നുന്നത് നമ്മൾ ഈ വിഷയത്തിൽ ഒരുപാട് ചർച്ചകൾ ഇപ്പം പൊതുമണ്ഡലത്തിലും സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നുണ്ട്. അതിന് നല്ല ശതമാനം ചർച്ചകളും ഈ പറഞ്ഞ ഒരു സൂപ്പർഫിഷ്യലായി ഇങ്ങനെ പോകുന്നതായിട്ടാണ് എനിക്ക് ഉപരിപ്ലവമായിട്ട് ഇങ്ങനെ പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിപ്പം എതിരായിട്ടുള്ളതും അനുകൂലമായിട്ടുള്ളതും. അപ്പോൾ ആ സാഹചര്യത്തിൽ അത് കുറച്ചൊരു എൻ്റെ ഒരു ഡീറ്റെയിലിങ്ങിലേക്ക് പോയാൽ മാത്രമേ എൻ്റെ ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിൽ ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത് ലാവ്ലിൻ കേസുമായിട്ടുള്ളൊരു കമ്പാരിസനാണ്. ലാവ്ലിൻ കേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ലാവ്ലിൻ കേസിൽ ടെക്നിക്കലായിട്ട് പിണറായി ഇപ്പോൾ പ്രതിയല്ല, നോൺ എക്സിസ്റ്റൻ്റ് ആണ്. അവിടെ ഒരു അപ്പീൽ കിടപ്പുണ്ട്, പക്ഷേ അപ്പീൽ അവിടെ കിടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അത് ഇപ്പോൾ തൽക്കാലം പിണറായി പ്രതിയല്ല. പക്ഷേ വീണ വിജയൻ്റെ ഈ മാസപ്പടി കേസിനെ നമുക്ക് ആ നിലയിൽ കാണാൻ പറ്റില്ല. അത് വളരെ സീരിയസ് ആണ്. എങ്ങനെയാണ് സീരിയസ് ആവുന്നത്? നമുക്കറിയാം, ഇൻകം ടാക്സ് ഇൻട്രൻ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ 2023 6-ാം മാസം വന്ന ഉത്തരവുണ്ട്. ആ ഉത്തരവിലാണ് ഇതിനെക്കുറിച്ചിട്ട് ആദ്യം പരാമർശം വരുന്നത്. അപ്പം എന്തായിരുന്നു പരാമർശം? ആ പരാമർശം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായും എന്താണ് ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡ് എന്നുള്ളത് നമുക്ക് നോക്കണം. അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്, ഒരു സെറ്റിൽമെൻറ്റ് ബോർഡാണ്. മനസ്സിലായി? അപ്പോൾ ആ ഒരു മറുപടി അതിനകത്ത് തന്നെ വരുന്നുണ്ട്. അതായത് ഡിസ്പ്യൂട്ട് ഉണ്ടായിട്ട് അത് സെറ്റിൽ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇത്രയും പൈസ കമ്പനികൾ ചെലവഴിച്ചു, അത് പക്ഷേ കമ്പനികൾ കണക്കിലില്ലല്ലോ, അതെങ്ങനെയാണെന്ന് ചോദിക്കുന്നു. പക്ഷെ അതങ്ങ് സെറ്റിൽ ചെയ്ത് തീർക്കുന്ന ഒരു ബോർഡും അതിൻ്റെ ഒരു ഓർഡറും. ആ ഓർഡറിനകത്ത് ഈ CMR എന്ന് പറയുന്ന കമ്പനി 135 കോടി രൂപയുടെ ഇത് വരുമാനം സെറ്റിൽ ചെയ്യാനാണ് അവരവിടെ ചെന്നത്. ഈ ഓർഡറിനകത്ത് ഒരു 6-7 പേജിൽ ഈ വീണ വിജയൻ്റെ 1,72,00,000 കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ 1,72,00,000 CMRൽ സെറ്റിൽ ചെയ്യാൻ ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന ആ തുകയിൽ ഈ 1.72 കോടി ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സെറ്റിൽ ചെയ്യാൻ പോകുന്നതിനകത്ത് ഈ തുകയില്ല, ഉൾപ്പെട്ടിട്ടില്ല. മനസ്സിലായില്ലേ? ഇനി ഈ തുക എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഈ തുക കണ്ടുപിടിച്ചത് ഇൻകം ടാക്സ് CMRൽ നടത്തിയ 2019 മറ്റോ നടത്തിയ ഒരു റെയ്ഡിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ അപ്പം അതിനകത്ത് തന്നെ വരുന്നൊരു മെസ്സേജ് എന്താണ്? CMRൽ ഇത് പുറത്ത് പറയാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. അവിടെ തന്നെ അതിൻ്റെ ഒരു അനധികൃത സ്വഭാവം അവിടെ വരുന്നുണ്ട്. അതിനകത്താണ് ഈ സർവീസ് ലെവൽ എഗ്രിമെൻ്റ് സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കുന്നത്. അതിന് പുറകെ ഇൻകം ടാക്സ് പോകുന്നു. അതിന് പുറകെ ഇൻകം ടാക്സ് പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് 2017 മുതൽ 2020 വരെ എക്സാലോജിക്കിനും വീണ വിജയനും കൊടുത്തിട്ടുള്ളതാണ് ഈ പണം. ഓരോ വർഷവും എന്തോ 5 ലക്ഷം 3 ലക്ഷം വെച്ചിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഈ പണം എന്നവർ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ അവർ വീണ്ടും അതിൻ്റെ അന്വേഷണത്തിലേക്ക് പോകുമ്പോഴാണ് എന്തിനാണ് ഈ പണം കൊടുത്തത് എന്നവർ അന്വേഷിക്കുമ്പോൾ CMRലെ IT വകുപ്പിലെ ഉന്നതന്മാർ പറയുന്നു, ഒരു സേവനവും കൊടുക്കാതെയാണ് ഈ പണം കൊടുത്തു കൈമാറി. അവരുടെ IT-യുടെ തലവന്മാർ മാത്രമല്ല, അതിൻ്റെ MD ആയിട്ടുള്ള കരിമണൽ കർത്താവിൻ്റെ പോലും മൊഴി ഈ ഓർഡറിലുണ്ട്, ഈ സേവനം കൊടുത്തിട്ടല്ല എന്ന് പറഞ്ഞു. അപ്പം അതിൽ നിന്ന് തന്നെ കൃത്യമായി വരുന്നുണ്ട് ഇത് അനധികൃതമാണ് എന്നുള്ളത്. മനസ്സിലായി? അതാണ് നമ്മളപ്പോൾ ഇതിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നതാണ്, ഒരു ജെനിസിസ് അതാണ്. അത് തന്നെ അനധികൃതമാണ്. അപ്പം അത് വരുന്നു. അതിനെക്കുറിച്ചിട്ട് പിന്നെ നിയമ നടപടികളിലേക്ക് പോകുന്നു. ആദ്യം കുറച്ച് ആൾ കോർപ്പറേറ്റ് മന്ത്രാലയം അത് ചെയ്യുന്നു. 2024 തുടക്കത്തിൽ SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഷോൺ കൊടുത്ത കേസ് കാര്യങ്ങൾ അല്ലേ, അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടക്കുന്നു. ഈ SFIOയുടെ അന്വേഷണം നടക്കുന്ന സമയത്ത് ED ഒന്ന് എൻ്റർ ചെയ്യുന്നു. അന്നൊന്ന് എൻ്റർ ചെയ്തിരുന്നു. പക്ഷേ EDക്ക് അന്ന് എന്തോ ECIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. രജിസ്റ്റർ ചെയ്താലില്ല. EDക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. EDയുടെ അന്വേഷണം അവിടെ നിലച്ചു. പിന്നെയാണ് നമ്മൾ കാണുന്നത് SFIO അന്വേഷണം റദ്ദാക്കാൻ വീണ കളത്തിലിറങ്ങുന്നു. അവിടെ തന്നെ ഉയരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇത് അനധികൃതമല്ല,
അധികൃതമാണെന്നും ഒരു സ്ഥാപനം വേറൊരു സ്ഥാപനത്തിലേക്ക് അയച്ചതാണെന്നും അതിന് GST അടച്ചിട്ടുണ്ടെന്നും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് രണ്ട് സ്ഥാപനങ്ങൾക്കും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും ഒക്കെയാണ് പറയുന്നതെങ്കിൽ എന്തിനാണ് SFI അന്വേഷണം തടയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്? അത് രണ്ടാമത്തെ. മൂന്നാമത്തെ ചോദ്യം എന്താ? ഈ SFI അന്വേഷണം തടയാനായിട്ട് 3 കോടതികളിൽ പോയി. ആദ്യം കേരള ഹൈക്കോടതിയിൽ വന്നു, കേരള ഹൈക്കോടതി തള്ളി. പിന്നെ CMRലും KSIDCയും കേരള ഹൈക്കോടതിയിൽ വന്നു, അത് കേരള ഹൈക്കോടതി തള്ളി. അതിനുശേഷം വീണ വിജയൻ നേരിട്ട് കർണാടക ഹൈക്കോടതിയിൽ പോയി, കർണാടക ഹൈക്കോടതി അത് തള്ളി. അതിനുശേഷം CMRൽ ഡൽഹി ഹൈക്കോടതിയിൽ ചെന്നു. സാങ്കേതികമായിട്ട് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയും തള്ളിയിരിക്കുകയാണ്. കുറ്റപത്രം സമർപ്പിച്ച കേസിൽ ഇനി എന്ത് കാര്യം എന്നാണ് ചോദിക്കുന്നത്. അതെ. അപ്പം അവിടെ വളരെ ക്ലിയർ ആവുന്നു ഇത് തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ഒരു വശത്ത്. മറുവശത്ത് ഇത് തടയപ്പെടുന്നില്ല. സ്വാഭാവികമായി അവിടെ ചിന്തിക്കപ്പെടുന്ന വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്നറിയോ? ഇത് കർണാടക ഹൈക്കോടതി SFI അന്വേഷണം റദ്ദാക്കാൻ പാടില്ല, SFI അന്വേഷണം മുന്നോട്ട് പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ കർണാടക ഹൈക്കോടതിയുടെ തീരുമാനത്തിനെതിരെ എന്തുകൊണ്ട് വീണ വിജയൻ സുപ്രീം കോടതിയിൽ പോയില്ല? സുപ്രീം കോടതി പോവായിരുന്നല്ലോ, പോയില്ല. 2, വീണ വിജയൻ ഈ പണം കൊടുത്തത് ഉന്നതമായ രാഷ്ട്രീയ ബന്ധമുള്ള ഒരാളുടെ മകളാണെന്ന് 2ഓ 3ഓ സ്ഥലത്ത് ഇൻകം ടാക്സ് ഇന്റർൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡറിലുണ്ട്. ആ പരാമർശങ്ങൾ റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ കേരള ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ എന്തുകൊണ്ട് പോയില്ല? ഇതൊക്കെ വളരെ ലളിതമായിട്ടുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ ഇതൊന്നും പൊതുമണ്ഡലത്തിൽ ഇതൊന്നും ഉയരുന്നില്ല, ആരും ചോദിക്കുന്നില്ല. പിണറായി വിജയൻ മകൾക്ക് ഒന്ന് കൊണ്ട് അന്വേഷിക്കണം, മറ്റേ മറിച്ചത് പിണറായി വിജയൻ്റെ പേരുണ്ട്, PV ഉണ്ട്, മറ്റുണ്ട്. മനസ്സിലായി? യഥാർത്ഥത്തിലുണ്ടല്ലോ ഈ PV എന്നും RC എന്നും KK എന്നൊക്കെ പറയുന്നത് നിലനിൽക്കാൻ വലിയ സാധ്യതയില്ലാത്ത ചില കണ്ടെത്തലുകളാണെന്നും കൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം 80കളിൽ വന്ന ജെയിൻ ഹവാല കേസുണ്ട്, അതിൽ ഡയറിയിലെ എൻട്രീസ് ആയിരുന്നു, അതുപോലും സുപ്രീം കോടതി തള്ളിയതാണ്. ഇനി ഇവിടെ ഈ കേസ് ഹൈക്കോടതിയിൽ വന്നപ്പോഴത്തേക്കും കേരള ഹൈക്കോടതി അത് തന്നെയാണ്. കേരള ഹൈക്കോടതിയിൽ സർക്കാർ വാദിച്ചത് എന്താണെന്നറിയോ? ഇത് കുറേ ലൂസ് ഷീറ്റിലാണ് ഈ PV KK എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഇതിന് വിലയില്ല, എവിഡൻഷ്യറി വാല്യൂ ഇല്ല എന്ന് പറയുകയും കോടതി അംഗീകരിക്കുകയും ചെയ്തതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ അബ്രീവേഷൻസ് അല്ല പ്രധാനം, വീണ വിജയനുമായി ബന്ധപ്പെട്ട് നടന്നതാണ് പ്രധാനം. അതിലാണ് പിണറായി വിജയനുമായിട്ടും ബന്ധമുള്ളത്. അപ്പം ഇനി നമ്മൾ നോക്കൂ, ഇപ്പം എന്താണ് ലേറ്റസ്റ്റ് സ്ഥിതി? SFIO 166 പേജുള്ള കുറ്റപത്രം എറണാകുളം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. അത് സമർപ്പിച്ചത് എന്തുകൊണ്ടാണ്? കോർപ്പറേറ്റ് മന്ത്രാലയം പ്രോസിക്യൂഷന് അനുവാദം നൽകിക്കൊടുത്തു. 2, 3 കമ്പനി ആക്ടിൻ്റെ 447 എന്ന് പറഞ്ഞ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അത് 6 മാസം മുതൽ 10 വർഷം വരെ തടവ് വകുപ്പാണ്. 2.7 കോടി രൂപയുടെ ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ് നടന്നിരിക്കുന്നു എന്നുള്ള കണ്ടെത്തലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം. ഈ കാര്യങ്ങൾ തന്നെ EDക്ക് ഇതിനകത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ പ്രശാന്ത് പറഞ്ഞ അബുദാബി ബാങ്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ SFIOയുടെ കുറ്റപത്രം തന്നെ EDക്ക് വാതിൽ തുറന്നു കൊടുത്തിരിക്കുകയാണ്. കാരണം EDയുടെ പരിധിക്കകത്ത് വരുന്ന പ്രെഡിക്കേറ്റ് ഓഫൻസ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. പ്രാഥമിക കുറ്റകൃത്യം അതവിടെ നടന്നു. 2, അവരുടെ സെക്ഷൻ 3 പ്രകാരമുള്ള ഷെഡ്യൂൾഡ് ഒഫൻസ് ആണ് ഈ നടന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ സ്വാഭാവികമായി EDക്ക് ഇതിനകത്തേക്ക് വരാൻ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം EDയുടെ പരിധിയിലേക്ക് കേസെടുത്ത് മുന്നോട്ട് പോകാം, ഈ CIR അവർക്ക് രജിസ്റ്റർ ചെയ്യാം. മനസ്സിലായി? ഇനി ഇവർ പറയുന്ന വേറെ ഒരു വാദമുണ്ട്. എന്താണ് ആ വാദം? ഇതൊരു സ്ഥാപനത്തിൽ നിന്ന് വേറൊരു സ്ഥാപനത്തിലേക്ക് കൊടുത്തതാണ്, അത് ബാങ്ക് വഴിയാണ് കൊടുത്തത്, അതിന് GST അടച്ചിട്ടുണ്ട് എന്നുള്ളതാണല്ലോ. ഇപ്പോൾ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു. ഞാൻ പറഞ്ഞ അതേ വാദം മതി EDക്ക് ഇറങ്ങാൻ. കാരണം എന്താണ്? ഇത് ഒരു സ്ഥാപനത്തിൽ നിന്ന് വേറൊരു സ്ഥാപനത്തിലേക്ക് കൊടുത്തിരിക്കുന്നതാണ് ആണല്ലോ. ഇത് യഥാർത്ഥത്തിൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ പരിധിയിൽ പോലും ഇത് വരും. കാരണം എന്താ പറയുക, ഇത് മണി ട്രയലാണ്. ഇത് കൊടുത്തിരിക്കുന്നു, വാങ്ങിയിരിക്കുന്നു, കൊടുക്കുകയും ചെയ്യണം, വാങ്ങുകയും ചെയ്യണം. എന്നാൽ മാത്രമേ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൽ കുറ്റമുള്ളൂ. അതിവിടെ നടന്നിരിക്കുന്നു. 2, EDക്ക് ഇറങ്ങാനുള്ള അടുത്ത പോയിന്റ് എന്താണെന്നറിയാമോ? ഈ 2.7 കോടി എന്ന് പറഞ്ഞാൽ പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണ്. പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആയിക്കഴിഞ്ഞാൽ EDക്ക് പിന്നെ ഇറങ്ങുന്നതിനൊരു കുഴപ്പമില്ല. അപ്പോൾ പ്രൊസീഡ്സ് ഓഫ് ക്രൈം കൊടുത്തതിലും വാങ്ങിയതിലും
കൊടുത്തവർക്കും വാങ്ങിയവർക്കും പരാതിയില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ ക്രൈം. കാരണം നിങ്ങൾ കൊടുത്തവർക്കും വാങ്ങിയവർക്കും പരാതിയില്ല എന്ന് പറയുന്നത് എന്തിനാണ്? ഇത് ക്രൈം ആയതുകൊണ്ടാണ്. ഇത് പിന്നെ ഇൻകം ടാക്സിനെ തട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കൊടുത്തവർക്കും വാങ്ങിച്ചവർക്കും കുറ്റമില്ല എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇഡിക്ക് ഇറങ്ങാനുള്ള വാതിൽ SFIO കുറ്റപത്രം കൊടുത്തപ്പോഴേ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പുറകെ പോയിട്ടാണ് ED ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ കുറ്റപത്രം വാങ്ങിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ചോദിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് പ്രശാന്ത് പറഞ്ഞതുപോലെ വിദേശ ബന്ധങ്ങളും കാര്യങ്ങളും സാധനങ്ങൾ. മനസ്സിലായി? അപ്പം വീണയ്ക്ക് വരാൻ പോകുന്ന പ്രശ്നം എന്താണ്? ഒന്ന് SFIO തന്നെ വളരെ കടുപ്പമാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യാം, എല്ലാം ചെയ്യാവുന്ന. അപ്പം അത് തന്നെ വളരെ കടുപ്പമാണ്. അതിന് പുറമെ ED വരുന്നു. ED വരുമ്പോൾ ഉള്ള രണ്ട് പ്രശ്നം എന്താണ്? ED വരുമ്പോൾ ഉള്ള രണ്ട് പ്രശ്നത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? EDക്ക് അറസ്റ്റ് ചെയ്യാം. ED മറ്റേ കവിത എന്ന് പറഞ്ഞ സ്ത്രീയെ തെലങ്കാനയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. KCR എന്ന് പറഞ്ഞിട്ടുള്ള അയാളുടെ മകളെ. മനസ്സിലായി? അപ്പോൾ സ്വാഭാവികമായും ഇവരെ അറസ്റ്റ് ചെയ്യാം. അപ്പോൾ SFIOക്ക് അറസ്റ്റ് ചെയ്യാം, EDക്ക് അറസ്റ്റ്. EDയുടെ അന്വേഷണത്തിനകത്ത് അച്ഛനും വരും. കാരണം അച്ഛൻ്റെ മകളായതുകൊണ്ടാണ് ഇൻഫ്ലുവൻഷ്യൽ പോസ്റ്റിലിരിക്കുന്ന മകൾ. അപ്പം അച്ഛൻ വരും. ഇനി EDക്ക് പുറമെ CBIയും ഇതിൽ വരും. അഴിമതി നിരോധനം, അതാണ് ഞാൻ പറഞ്ഞത്. അഴിമതി നിരോധനം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ട് ഡിസ്കസ് 13(1)B എന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പുണ്ടല്ലോ, അത് വരുമ്പോൾ CBI വരും. അപ്പോൾ വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അടിസ്ഥാനപരമായ കാരണം എന്ന് വെച്ചാൽ ഇറ്റ് സീംസ് കേന്ദ്ര ഗവൺമെൻറ് ഇതിനകത്തൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കാരണം പൊളിറ്റിക്കൽ ഡിസിഷൻ ഇതിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തൊന്നും സംഭവിക്കില്ല. പക്ഷേ പൊളിറ്റിക്കൽ ഡിസിഷൻ BJP ഗവൺമെൻറ് എടുത്തിട്ടുണ്ടെന്ന് തോന്നാനുള്ള കാരണം പ്രധാനമായും രണ്ടാണ്. ഒന്ന്, പ്രോസിക്യൂഷനുള്ള അനുവാദം കൊടുത്തു. രണ്ട്, ED വളരെ ചടുലമായി ഇടപെട്ടു. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നമുക്ക് പറയാം, വീണ വിജയൻ വലിയ കുരുക്കിലേക്ക് പോവുകയാണ്. അത് ഈ വസ്തുനിഷ്ഠ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ലാതെ ഈ പറയുന്നത് പോലെ ഒരു സൂപ്പർഫിഷ്യലായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ല. ഇതുവരെ നടന്ന ഒരു ദിശയിൽ ഇനിയും കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ പിണറായി വിജയന് മാത്രമല്ല, വീണ വിജയന് മാത്രമല്ല, പിണറായി വിജയൻ്റെ അച്ഛനായിട്ടുള്ള പിണറായി വിജയന് പ്രശ്നം വരും. ഇനി വീണ വിജയൻ്റെ ഈ വിദേശ ബന്ധങ്ങൾ അന്വേഷിച്ചാൽ ഒരുപക്ഷെ പിണറായി വിജയൻ്റെ മകനും ചിലപ്പോൾ ഇതിൻ്റെ ആംബിറ്റിലേക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം അയാൾ ദീർഘകാലമായിട്ട് അവിടെയാണ്. അബുദാബി ബാങ്കിലേക്ക് പോയിരിക്കുന്ന പണം ലാവ്ലിൻ കമ്പനിയുടെയും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിൻ്റെയുമാണ്. അത് വേറെ ഏതോ അക്കൗണ്ടിലൊക്കെയാണ് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നതാണ് കേൾക്കുന്നത്. അതൊരുപക്ഷെ പിണറായി വിജയൻ്റെ മകനാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, മകൾക്കും മകളുടെ പിന്നാലെ അച്ഛനും വലിയ കുരുക്കാണ് ഈ മാസപ്പടി കേസിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.